ഹായ്. കറുത്തവർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇനി തൊലി വെളുപ്പിക്കേണ്ടത് വരും. തൊലി വെളുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പൊള്ളിച്ചിട്ട് അല്ലെങ്കിൽ വല്ല ആസിഡ് ഒഴിച്ചിട്ടോ അല്ലെ വേറെ വല്ല എന്തെങ്കിലും വല്ല കുമ്മായം തേച്ചിട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു ശരീരം പൊള്ളിച്ച് വെളുപ്പിച്ചെടുക്കണം. കാരണം ആളുകൾ കറുത്തിരിക്കുന്നത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല, അല്ലേ? നമ്മൾ കറക്കുന്നതും വെളുക്കുന്നതും നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. നമ്മൾ കറക്കുന്നത് ഇപ്പം ആരെങ്കിലും പിന്നെ കരി വാരി തേക്കുന്നതോ അല്ലെങ്കിൽ വെളുക്കുന്നത് ആരെങ്കിലും പെയിൻറ്റ് വാരി തേക്കുന്നതോ ഒന്നുമല്ല. ജന്മന നമുക്ക് കിട്ടുന്നതാണ് കളറ്, അല്ലേ? കറുത്തതിൻ്റെ പേരിൽ മേളകളിൽ നിന്നും കലോത്സവങ്ങളിൽ നിന്നും മറ്റ് പരിപാടികളിൽ നിന്നും ഒരുപാട് അധിക്ഷേപം സഹിച്ചിട്ടുണ്ട് ഈ വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ സ്വന്തം അനിയൻ RLV രാമകൃഷ്ണൻ. അദ്ദേഹത്തിനെതിരെ ഒരു പരാമർശം കലാമണ്ഡലം സത്യഭാമ പറയുന്നത് താൻ കറുത്ത കാക്കയാണെന്ന്. കറുത്ത കാക്കയ്ക്ക് മോഹിനിയാട്ടം ഒരിക്കലും സാധ്യമല്ല എന്ന്. ഇത് ഇന്നോ ഒന്നിലെ തുടങ്ങിയതല്ല. വംശീയതയും കളറിൻ്റെ പേരിലും ജാതീയതയും ഇതെല്ലാം ഇന്നോ ഒന്നിലെ കലാകാലത്ത് തുടങ്ങിയതല്ല. ഒത്തിരി കാലങ്ങളായി. ഈ RLV രാമകൃഷ്ണൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ വേദനകൾ സഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. മണിച്ചേട്ടനാണെങ്കിലും ഒട്ടും മോശമൊന്നുമല്ല. ഇവരൊക്കെ ഈ കറുപ്പിൻ്റെയും ഈ ജാതിയുടെയും പേരിൽ ഒരുപാട് മാറ്റി നിർത്തപ്പെട്ട ആളുകളാണ്. നമ്മുടെ RLV രാമകൃഷ്ണൻ ചേട്ടൻ പറയുന്നത് നോക്കുന്നത് നമുക്കറിയാം. കേരളത്തിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയുക, മ്ലേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതിൽ പറഞ്ഞത്. കാക്കയെ പോലെ, ആ കാക്ക എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അത്രയും നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ. പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ അവരുടെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നൃത്തം പഠിക്കാൻ വരികയാണ്. അപ്പൊ അവരടക്കമുള്ള ആളുകളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം. കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആള് ശബ്ദം ഉയർത്താൻ പാടില്ല. കാക്കയെ പോലെ കറുത്തവൻ, പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറം അദ്ദേഹത്തിനെതിരെയുള്ള ഈ ഒരു അധിക്ഷേപം ഇന്നു മുതൽ തുടങ്ങിയതല്ല. ഒരുപാട് കാലങ്ങളായിട്ട് ഈ മേഖലകളിൽ അദ്ദേഹത്തിന് ആളുകൾ തഴയുന്നുണ്ട്. അദ്ദേഹം എത്ര ഉയരത്തിലെത്തുന്നതാണ്. കലാപരമായിട്ട് ഇത്രയും കഴിവുള്ളൊരു മനുഷ്യൻ നമുക്ക് ചുറ്റുവട്ടത്ത് ഉണ്ടാകുകയില്ല. അതിൽ മണിച്ചേട്ടൻ്റെ കാര്യം തന്നെയാണെങ്കിലും ഒരുപാട് കലാകാരത്തിൽ നിന്ന് ദുരഭിമാനം ഉണ്ടായിട്ടുണ്ട് ഈ ജാതിയുടെയും കളറിൻ്റെയൊക്കെ പേരിൽ. അദ്ദേഹം ഒരു എന്താ പറയുക സാഹചര്യമാണ് പുള്ളി ഇപ്പം RLV രാമകൃഷ്ണൻ നേരിടുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഈ സത്യഭാമ എന്ന് പറയുന്ന ഇവർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്? ശരിക്കും ഒരു കലാകാരിക്ക് ചേർന്നതല്ല ഇതൊന്നും. ഇനി അവരുടെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. എന്റെ സ്വന്തം അഭിപ്രായം, ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. അപ്പൊ അവരുടെ ചിലരുടെ അഭിപ്രായത്തിൽ അവർക്ക് കറുത്ത പയ്യൻ കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധം ഇല്ലെങ്കിൽ അവർ കൊണ്ടുനടന്നോട്ടെ. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞ. വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ചാനൽ റിപ്പോർട്ടർ? ഒരു വിരോധമില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എടുത്തോണ്ട്? ഈ വയസ്സാം കാലത്ത് എന്തിന്റെ കേടാ നിങ്ങൾക്ക്, അല്ലേ? ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കാതെ കളറിൻ്റെ ജാതിയുടെ പേര് ഇവർ മാറ്റി നിർത്തുന്ന എന്തിൻ്റെ കാര്യമുള്ളത്? ഒരാണ് മോഹിനിയാട്ടം നടത്തിയാൽ എന്താ ആളുകൾ കാണാനുണ്ടാകുകയല്ലേ? ഇത്രയും ഒരു പിശാചിൻ്റെ മനസ്സുമായിട്ടുള്ള ആളുകളാണ് ഈ സമൂഹത്ത് വാഴുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്? വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അല്ല കട്ടപ്പാര എടുത്ത് ഇവരൊക്കെ നേരിടേണ്ടി വരും. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ കളറിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞിട്ട്. അദ്ദേഹം എത്ര വിഷമിക്കുന്നുണ്ടാകുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഇതുപോലത്തെ ആളുകളെ ഈ കലാകേരളത്തിൻ്റെയൊക്കെ തലപ്പത്ത് പിടിച്ച് ഇരുത്തി കഴിഞ്ഞാൽ ഒരാൾക്ക് അവസരം കിട്ടുകയല്ലോ ഇനിയുള്ള കാലത്തിന്. ആർക്കും അവസരം ഉണ്ടാകുകയില്ല. ഇങ്ങനെ പിടിച്ച് ഇതേപോലെ ആക്ഷേപം ഉണ്ടാവുകയുള്ളൂ. ശരിക്കും ഇവരെയൊക്കെ വല്ല അഗ്നിപർവ്വത്തിൻ്റെ മുകളിൽ കൊണ്ട് ഇരുത്തി അവരെ പൊട്ടിച്ച് കളയണം. അതുകൂട്ട് സ്വഭാവമാണ് ഇവരുടെയൊക്കെ. ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്നല്ല ഇവരുടെ വകം. പ്രായം ഇത്രയൊക്കെ ആയില്ലേ, എന്തിനതൊക്കെ? ആളുകൾക്ക് അവസരം കൊടുക്കൂ. ചുമ്മാ വെറുതെ ഒരു ഹാസ്യ
സാമ്രാട്ടിനെ പോലെ കിടന്ന് ഇങ്ങനെ വിരകേണ്ട കാര്യമില്ല. നിങ്ങൾ ആളുകൾക്ക് അവസരം കൊടുക്കൂ. RLV രാമകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് അവസരം കൊടുത്ത് ഒന്നും സംഭവിക്കാറില്ല. കളറിൻ്റെ പേരിലോ ജാതിയുടെ നിങ്ങൾ അവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. നാളെ അവരൊക്കെ ഒരു അത്രയും കലയുടെ മുകളിലൂടെ അവരെത്തിപ്പെടുന്ന ആളുകളാണ്. അവർക്ക് അവസരം കൊടുക്കൂ. എന്തിനാണ് ഇങ്ങനെ വെറുതെ? ഇനിയും മനുഷ്യനായിട്ട് ജീവിച്ചുകൂടെ? നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്നതാണ്. ബോഡി ഷെയ്മിനെതിരെയും ജാതിയുടെ പേരിലും വംശീയതയുടെ പേരിലും ഒരാളും വിഷമിക്കാൻ പാടില്ല. നമ്മളെപ്പോലുള്ള ആളുകൾ എപ്പോഴും അവർക്ക് സഹായമായിട്ടും നല്ലൊരു താങ്ങായിട്ടും നമ്മളുണ്ടാവണം. ബൈ.